നമസ്കാരം. അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ദി എക്സ്ക്ലൂസീവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ചിരി ഒരു വളരെ ആനന്ദകരമായ എക്സ്പീരിയൻസ് ആണ്. ചിരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു അനുഗ്രഹവും. ചിരിയുടെ പുതുവഴികൾ തേടുന്ന ഫൺസ് അപ്പോൺ എ ടൈമിൽ ഞങ്ങൾ പുതിയ പ്രതിഭകളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു നടനാണ്, സംവിധായകനാണ്, അവതാരകനാണ്. അതിലെല്ലാം ഉപരി മലയാളത്തിലെ വേറിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡി പ്രതിഭാസമാണ്. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. നമസ്കാരം. ഓരോ പുതിയ ഷോകളും മലയാളത്തിൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് അവതരിപ്പിക്കുന്നവർക്കും കാണുന്നവർക്കുമല്ല. മലയാളത്തിൽ മുൻപൊരു ഷോയിലും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പരീക്ഷണമാണ് ഇന്ന് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും കഥകളോട് വല്ലാത്തൊരു ആഭിമുഖ്യമുണ്ട്. കഥകൾ കേൾക്കുക, കഥകൾ പറയുക എന്ന് പറയുന്ന ഒരു വലിയ രസമുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നത് കഥകളാണ്. നമ്മളുടെ അനുഭവങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ കേൾക്കുന്നയാളെ സംബന്ധിച്ചോളം അത് കഥകളാണ്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളാണ്. നമ്മൾ കാണുന്ന സിനിമകൾ കഥകളാണ്. പല കഥകളും ആരംഭിക്കുന്നത് വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ എന്ന് പറയുന്ന രീതിയിലാണ്. ഇവിടെ ഇങ്ങനെ പഴയ കഥകൾ എന്നുള്ളതിന് അർത്ഥമില്ല. എങ്കിലും അനുഭവങ്ങളും രസകരമായ കഥകളുമെല്ലാം ഈ പരിപാടിയിലൂടെ കാണാം. നമ്മളെ ചിരിപ്പിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാതെ ചിരിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ വലിയ ചിരികൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചെറിയ ചെറിയ ചിരികളിൽ തന്നെ നിങ്ങളുടെ പുഞ്ചിരികൾ ആരംഭിച്ചുകൊണ്ട് വരുന്ന ഓരോ പ്രതിഭകളെയും വിജയിപ്പിക്കുക. ഓരോ പ്രതിഭകളുടെയും കലാപ്രകടനങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആദ്യത്തെ എപ്പിസോഡിന് ഒരു ഉദ്ഘാടകനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കങ്ങനെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സോടിയെത്തുന്ന ഒരാളെ തന്നെയാണ് ഭാഗ്യവശാൽ നമുക്കിന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്നത്. വലിയ ആമുഖങ്ങളുടെ ആവശ്യമില്ല. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ ചിരിയുടെ നിറ സാന്നിധ്യമാണ് അദ്ദേഹം. സിനിമയിൽ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തും ഗൗരവമായി സമീപിക്കേണ്ട അവസ്ഥകൾ വന്നപ്പോൾ പോലും അതിനെ ചിരിയിലൂടെ കീഴടക്കിയ ഒരാളാണ്. മുൻ MP ആണ്, ചലച്ചിത്ര താരമാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. ഏറെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടുകൂടി ഈ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലേക്ക് ഞാൻ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഇന്നസെന്റ് ഏട്ടൻ. ഇന്നസെന്റ് ഏട്ടാ, സ്വാഗതം നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക്. ഓക്കെ, സ്വാഗതം സ്വാഗതം സ്വാഗതം. എന്നോട് പലരും പറയാറുണ്ട്, ഇന്നസെന്റ് ഏട്ടൻ സംസാരിക്കുമ്പോൾ ആ സ്ഥലം നിങ്ങൾ പറയുന്നുവെങ്കിലും ഞങ്ങളത് കാണുന്നുവെന്നാണ്. ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. കാരണം നമ്മളൊരു തമാശ കാണുന്നതും നമ്മളൊരു തമാശ എഴുതി വായിക്കുന്നതും നമ്മളൊരു തമാശ പറഞ്ഞ് ഫലിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നസെന്റ് ഏട്ടനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തമാശകൾ കട്ടെടുത്തുകൊണ്ട് പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ട് ദയനീയമായി പരാജയപ്പെടുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഇന്നസെന്റ് ഏട്ടൻ ഒരു വലിയ വിജയമായി നിൽക്കുന്നത്. ഇന്നസെന്റ് ഏട്ടൻ എന്ന ഒരാൾ എഴുതിയ പുസ്തകം ഒരുപാട് വാള്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പുസ്തകത്തിന്റെ പേര് ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിലെ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും തമ്മിൽ ഒരിക്കലും ചേരില്ല. ചിരി എന്തുമാത്രം ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്നസെന്റ് ഏട്ടനെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം എനിക്കിപ്പോൾ വന്നത്. എൻ്റെ അസുഖകാല സമയത്ത് എന്നെ കാണാൻ വന്നിട്ടുള്ള നേതാക്കന്മാർ ഇവരൊന്നും എന്നോട് രോഗത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല? എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മളാണ്, രോഗികളാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. ഈ വിഷയത്തെ പറ്റി സംസാരിപ്പിക്കരുത്, ഡോക്ടറോട് പറയാ. ആകെയുള്ളത് ഇത്രയേ ഉള്ളൂ. ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞതിൽ നിന്നും നമ്മൾ പങ്കുവെക്കേണ്ടത് പരമാവധി സന്തോഷങ്ങളാണ്, നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കേണ്ട ഒന്നല്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈം നമ്മൾ ഐശ്വര്യത്തിന്റെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങുവാൻ പോവുകയാണ്. അപ്പോൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുവാൻ നമ്മുടെ ഷോ ഡയറക്ടർ ശ്രീ ഹരി P നായരെ ക്ഷണിക്കുന്നു. ഒപ്പം ഷോയുടെ DOP അജയൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ഗ്രൂമിംഗ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രതീഷ് കാരക്കാടിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ്. ഒറ്റയ്ക്ക് വലിയ സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുക എന്നൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പുതിയ കലാകാരന്മാർ പങ്കെടുക്കാനെത്തുന്നു. ഒപ്പം വളരെ പ്രശസ്തരായ, പ്രഗത്ഭരായിട്ടുള്ള, അനുഭവ സമ്പന്നരായിട്ടുള്ള ഒട്ടേറെ താരങ്ങൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിധത്തിൽ അവരുടെ ഒരു പ്രസൻസ് കൂടിയുണ്ട്. ഈ പരിപാടിക്ക് പ്രേക്ഷകർക്കൂടെ നല്ല പ്രോത്സാഹനം നൽകണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.
അപ്പോ എങ്ങനെ ചിരിയുടെ മേളം തുടങ്ങുമല്ലേ? ഇൻട്രൊഡ്യൂസിംഗ് ബിഫോർ യു ഓൾ ദി വെരി ഫസ്റ്റ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഓൺ ദിസ് ഫ്ലോർ, സുധൻ കൈവേലി ഫ്രം കോഴിക്കോട്. വൺസ് അപ്പോൺ എ ടൈമിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ഈ ഫ്ലോറിൽ വരുന്നത്. ആണോ? എനിക്ക് എന്തായാലും ടെൻഷൻ അടിക്കാതിരിക്കാൻ വയ്യ. ടെൻഷൻ അടിച്ചിട്ട് കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പുള്ളി ആദ്യത്തെ ആണെന്ന് പറഞ്ഞ പുള്ളി ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി തോന്നി. ഇനി ഇന്നസെന്റ് ആയിട്ട് മത്സരിക്കാൻ വന്നതെന്നാണോ പുള്ളി വിചാരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. എന്തുപറ്റി? ഞാൻ വിളക്ക് വെച്ചിട്ട് ഈ സംഭവം മോശമാണെന്ന് വരുമെന്ന് ഇപ്പൊ ഇയാൾ തന്നെയാണല്ലേ? ചേട്ടന്റെ തലേന്ന് പോയി. ദൈവമേ. ഇന്നസെന്റ് സാർ നമസ്കാരം. പിഷാട് സാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും നമുക്കറിയാം മലയാളത്തിൽ തന്നെ വ്യത്യസ്തമായ സ്ലാങ് ഉപയോഗിക്കുന്നത്. ഓരോ 4 മണിക്കൂർ കേരളത്തിൽ യാത്ര ചെയ്താലും ഭാഷ മാറിക്കൊണ്ടിരിക്കും. ഭാഷ മാറിക്കൊണ്ട് 4 വേണ്ട, 2 മണിക്കൂർ യാത്ര ചെയ്താൽ തന്നെ പല പല ഭാഷയിലെത്തും. ഇതൊക്കെ ഞങ്ങളെ ഗ്രാമത്തിലൊക്കെ നമുക്ക് ഇത്തരം ഭാഷകളൊക്കെ എത്തുന്നത് മലയാള സിനിമയിൽ കൂടിയാണ്. ഇന്നസെന്റ് സാറും അതുപോലെ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ മാമുക്കോയ, പപ്പുവേട്ടൻ, അതുപോലെ ജഗതി ചേട്ടൻ. എന്നാൽ ഞങ്ങളുടെ ഭാഷ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലേരി മാണിക്യം എന്ന സിനിമയിലൂടെ രഞ്ജിത്ത് സാറ് കുറച്ച് കേരളക്കരക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കേൾക്കാത്ത കുറച്ച് തമാശകളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ആ പാലേരി മാണിക്യത്തിലെ പൊക്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഹരിയും ഞാനും ഒക്കെ ഇരുന്ന ഒരു ഷോയിൽ നിങ്ങളെ പോലെ വന്ന ശ്രീജിത്ത് കൈവേലി എന്ന് പറയുന്ന ഒരാളാണ് അന്നത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന. അയാൾ പിന്നീട് സിനിമയിലെത്തി. യാദൃശ്ചികമാണ് നിങ്ങൾ വന്നത് കൈവേലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാന്നുള്ളത്. ഞാൻ കൈവേലി നേട്ടപ്പോൾ ആദ്യം നിങ്ങളെ ഓർത്തത് അതാണ്. നമ്മളെ പല സ്കൂളുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടി കുട്ടിക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ എന്നെയും വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും ഈ ഷീൽഡും കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന നേരത്താണ് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെ കണ്ടത്. അവൻ എൻ്റെ ക്ലാസ്മേറ്റാ. എന്തായാലും ഇത്രയും നന്നായി പഠിച്ച അവന്റെ ഭാഗ്യം പോയല്ലോ, ഇവനാണല്ലോ തല തൊട്ടത് എന്ന് വിചാരിക്കാം. പക്ഷേ അടുത്ത കൊല്ലം എക്സാം വന്നപ്പോഴും എനിക്കാണ് പ്രശ്നം. കാരണം അവനും മോശമായാൽ നമ്മുടെ തലയിലിരിക്കും. അതാണ് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? ആ കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നു. പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതാണ് ദൈവം ഇന്ന് എൻ്റെ കൂടെയുള്ളൂ. നമ്മൾ ചില കോളേജിൽ പരിപാടിക്ക് പോകുമ്പോൾ ഇതേപോലെ ഈ നമ്മളെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി പ്രിൻസിപ്പലിന്റെ ഒക്കെ റൂമിലിരിക്കുമ്പോൾ ഈ പ്രിൻസിപ്പലിന് വെറുതെ ഒരു ചോദ്യം ചോദിക്കും. ഏതുവരെ പഠിച്ചു? ചോദിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഇതാണ് ഈ ചോദ്യം. അല്ല നമ്മളുടെ ക്വസ്റ്റ്യൻ എന്നോട് ഇങ്ങനെയുണ്ട്. ഞാൻ പറയും തേർഡ് ഇയർ. അത് പൂർത്തിയാക്കിയില്ല. പൂർത്തിയാക്കിയില്ല. അതെന്താ? പൂർത്തിയാക്കാൻ ഞാൻ 8ാം ക്ലാസ്സിലാണ് തേർഡ് ഇയർ. അല്ലാതെ BSc MSc എന്നല്ല. എന്നോട് ഇത് ചോദിക്കുമ്പോഴേ MPCP എന്നൊക്കെ പറയും, അല്ലെങ്കിൽ PPPCS എന്നൊക്കെ പറഞ്ഞൊരു കോഴ്സ് പറയും. ഇതെന്ത് കോഴ്സാന്ന് മനസ്സിലാകാത്ത കാരണം ഈ പ്രിൻസിപ്പൽ അങ്ങനെ വിടത്തേ ഉള്ളൂ. അപ്പോൾ സാറേ ഈ ഭാഷ എനിക്ക് ഇങ്ങനെ ഒരു ഭാഷയുടെ സംഭവം തോന്നാൻ കാരണം ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വയനാട് ഞങ്ങളെ കോഴിക്കോട് അടുത്താണ്. കുറ്റ്യാടി കഴിഞ്ഞാൽ പിന്നെ വയനാടാണ്. അവിടെ ഒരു ഉൾഗ്രാമത്തിലൊക്കെ ചെന്നപ്പോൾ അവിടെ 2 പേര് ഇങ്ങനെ സംസാരിക്കുന്നൊരു ഞാൻ കേട്ടു. 2 പേര് വളരെ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരാളുടെ കോളറൊക്കെ പിടിച്ച് പറയുന്ന 5 തല വെള്ളം നെട്ട് ഞാട്ടം കൊണ്ടൊക്കെ ടൗട്ട് ഔട്ട് നെട്ടെന്നൊക്കെ IRD പിലോൻ്റെ അതിൻ്റെ അയ്യോ ആലൊന്ന് ചവട്ട് ഔട്ട് നെട്ടൊക്കെ എൻ്റെ ഡോളിൽ ഓളം ചട്ടിക്കൊണ്ട് ഔട്ട് ഔട്ട് നെറ്റിലെന്നൊക്കെ എന്നാലും എൻ്റെ ആറ്റിൻ്റെ അത്ര പിടിക്കണ്ടായത്. അതേ സമയത്ത് അവിടെയുള്ള മറ്റൊരാളോട് ചോദിച്ചു എന്താണ് ഇവർ സംസാരിച്ചതെന്ന്. അപ്പോൾ അയാൾ എന്നോട് ഇതിൻ്റെ മലയാളം പറഞ്ഞു തന്നു. മലയാളം തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആശയം എനിക്ക് പറഞ്ഞു തന്നു. 5-10 ആൾ വെള്ളം കുടിക്കുന്ന കിണറ്റിൽ നീ കാട്ടം കൊണ്ട് കലക്കോ നോക്കി, അത് പോട്ടെ, അവർ തെറ്റില്ല നോക്കാം. IRDP ലോണിന് ഞാൻ മേടിച്ച പശുവിൻ്റെ കയ്യും കാലും ഇനി തച്ച് മുറിച്ച് അതും പോട്ടെ, അവർ തെറ്റില്ല നോക്കാം. എൻ്റെ 2 ഭാര്യകളിൽ ഭാര്യനെ നീ തട്ടിക്കൊണ്ടുപോയി, അതും പോട്ടെ, അവർ തെറ്റില്ല നോക്കാം. എന്നാലും എന്നോട് വായ്പ വാങ്ങിയ 10 റുപ്യ എടുക്കുന്ന നായ പറഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് വമ്പിച്ച ബഹളം കേൾക്കുക. വമ്പിച്ച ബഹളം. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു മംഗലാപുരക്കാരൻ്റെ മംഗലം നടക്കുക. അവിടെ ബാംഗ്ലൂർക്കാരൻ വന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ പെരുമ്പാവൂർക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അഴിയൂക്കാരൻ അടിക്കാൻ വന്നേരം വടകരക്കാരൻ വടിയും വാങ്ങി. അപ്പോൾ കലൂർക്കാരൻ കല്ലിങ് എടുത്തറ എറണാകുളക്കാരൻ ഒറ്റേറ തലശ്ശേരിക്കാരൻ്റെ തലക്കാവുണ്ട് നേരെ കല്ല് സ്ലിപ്പായിട്ട് കണ്ണൂർക്കാരൻ്റെ കണ്ണിന്. ഈ സമയത്ത് കോഴിക്കോടിലെ ചങ്ങായി ഒരു കോഴിക്കോട്ടിൽ ഇങ്ങനെ ഇരുന്നിനാ. അപ്പോൾ പാപ്പിന് ശരിയുള്ള ഒരു ചെക്കൻ ഈ അടിയുണ്ടാകുന്ന സമയത്ത് പേടിച്ചിട്ട് മൂപ്പറ ഏതോ ഒരു മഞ്ചയെ കൈയിട്ട് ഒരു മാളത്തിൽ ദ്വാരം മഞ്ച ഓട്ട ദ്വാരം ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നത്. അപ്പടി ഇവനെ പാമ്പ് കടിച്ച് അയ്യോ പാമ്പ് കടിച്ചേന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടഹാസ. ഞാൻ ഈ ചെക്കനെ എടുത്ത് അങ്ങനെ തന്നെ ഒരു വൈദ്യരുടെ അടുത്ത് പോയി. വിഷാരിൻ്റെ അടുത്ത് പോകണ്ടേ, വിഷം ഇറക്കണ്ടേ. വൈദ്യരുടെ അടുത്ത് ചെന്നപാട് വൈദ്യർ നോക്കിയിട്ട് പറഞ്ഞു 101 തരം മരുന്നുകളടങ്ങിയ ഒരു കഷായം ഇവന് പെട്ടെന്ന് വെച്ച് കൊടുക്കണം, എന്നാലേ വിഷം ഇറങ്ങുമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 101 തരം മരുന്നല്ലേ നിങ്ങൾ പറഞ്ഞോ, ഞാനതെൻ്റെ
തലയിൽ ഫീഡാക്കുമെന്ന് പറഞ്ഞു. എന്താണെന്നറിയാം വരുന്നത് കുങ്കുമമേലത്തരി കറാമ്പ് ആയാളി ചതുകുപ്പ കലയങ്കൊമ്പ് കാറകൊലരും കൊത്തമ്പാതിരി കാന്തരക്കുരും കടകപ്പാൽ കർപ്പത്തോട് ചെറുപ്പം നരിയും മഞ്ചട്ടി പൊടിയകിൽ തകരമാഞ്ച് മക്കീരക്കല്ല് ദാനിക്ക ജടമാഞ്ച് കുന്തുരുക്കം തക്കോലം ചുക്ക് ചന്ദനം കന്മതം മഞ്ഞനക്കല്ല് നിലവേപ്പ് നാരങ്ങയും ചേർത്ത് പഴനാത്തർ വേപ്പന്തോൽ പടുവച്ചെടുത്ത വരമഞ്ഞൽ തോൽ തന്നി നായകൻ കണ്ടി വെണ്ണ പാച്ചോരി തോലും ചേർത്ത് താമറാണി രാമച്ചവും മേലം മുക്കുറ്റും ചേർത്ത് ചോരചന്ദനം മായക്കവേമ്പ് ചിറ്റലങ്കടവ് പോത്തൻകൂ പീനാറി കരിങ്ങാലി അരയാലും തോലും ചേർത്ത് വെള്ളുള്ളിവിളി വെള്ളോട്ടുണ്ട അകിൽ കറുക ബർപ്പിടം ബ്രഹ്മി മരക്കല്ലുപ്പും ചേർത്ത് ഇവന് കഷായം വെച്ച് കൊടുത്താൽ ഇവൻ്റെ വിഷം ഇറങ്ങുമെന്ന്. ഞാൻ ഉടനെ ഇവനെ കൊണ്ടുവന്ന് ഈ കഷായം വെച്ച് കൊടുത്ത് വിഷം ഇറക്കി കൊണ്ടുവരുമ്പോൾ അച്ഛമ്മണ്ടല്ലോ ഒരു പാട്ടങ്ങ് പാടി. പൂമാതേ പൊന്നമ്മ പാട്ടുപാടിയാല് പേക്കങ്കോര മാറും വീക്കം മാറും. പൂമാതേ പൊന്നമ്മ പാട്ടുപാടിയാല് പൊത്തിയിലെ പാമ്പ് താലമടക്കൂ. അമ്മൂമ്മ അങ്ങ് പാടി. കാരണം ഈ പാമ്പിൻ്റെ ഇതവിടെ വന്നല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഈ കുശുമ്പായിട്ട് പെണ്ണുങ്ങൾ അടിയുണ്ടാക്കുമ്പോൾ പോലും അവിടെ നാടൻ പാട്ടുണ്ട്. രണ്ട് പെണ്ണുങ്ങളെ അരക്കുന്ന കല്യാണ വീട്ടുകളെ വന്നത് ഇത് ഒരു സമയം അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആളെ കണ്ടുകൂടിയായിരുന്നു, ദേഷ്യമായിരിക്കും. അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ചോദിച്ച പാട്ട്, അതെല്ലാം പാട്ട് കൂടിയാ. ഇന്ത്യാങ്കരനും കൊന്തറം പല്ല് എന്ത്യാങ്കരനും കൊന്തറം പല്ല് എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്മള തമ്മിൽ മിണ്ടിയാല്. ഇന്ത്യാങ്കരനും തെങ്ങുമ്മക്കാറ്റം എന്ത്യാങ്കരനും തെങ്ങുമ്മക്കാറ്റം എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്മള തമ്മിൽ മിണ്ടിയാല്. അതായത് എൻ്റെ ഹസ്ബൻഡായ ശങ്കരന് കൊന്തറം പല്ലാണ്, എൻ്റെ ഹസ്ബൻഡിനും കൊന്തറം പല്ല. പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ എനിക്കെന്താ പ്രശ്നം? നിൻ്റെ ആൾക്ക് തെങ്ങുമ്മ കാറ്റാണ്, തേങ്ങ കൊയ്യലാണ്. എൻ്റെ ഹസ്ബൻഡിനും തേങ്ങ കൊയ്യലാണ്. പിന്നെ എന്താ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ? ഞങ്ങളുടെ അടുത്ത് ഒരാളുണ്ട്, തേങ്ങ മോഷണമാണ്, കൊയ്യലല്ല. പുള്ളി തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി രാത്രിയാകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് പതുക്കെ തെങ്ങി കയറും. അങ്ങനെ ഈ പുള്ളി തെങ്ങി കയറി, ഒരു വീട്ടിൽ കയറി തെങ്ങി കയറി തേങ്ങ ഇങ്ങനെ തിരിച്ച് തേങ്ങ ഞെട്ടും കൂടിയുള്ള കണക്ഷൻ വിട്ട സമയത്താണ് കൃത്യം ഇതിൻ്റെ ഓണർ സന്ധ്യയ്ക്ക് വന്നിട്ട് ഈ ടോർച്ചങ്ങ് അടിച്ച്. ഇയാളുടെ ടോർച്ച് എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മകൻ ഗൾഫിൽ നിന്ന് കൊണ്ട് കൊടുത്തൊരു ടോർച്ചാണ്. ഈ സ്പോട്ട് ലൈറ്റിനേക്കാളും പവർ. അടിച്ചു കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ എവിടെ വേണേലും പിടിക്കാൻ പറ്റും. ഈ ടോർച്ച് ഇങ്ങനെ അടിച്ചു വെച്ച് നേരെ അയാൾ തേങ്ങ വിട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് ഇയാൾ ടോർച്ച് അടിച്ചിട്ട് ഡാ എന്ന് വിളിച്ചപ്പോൾ ഇയാൾ മോളിൽ നിന്ന് കാണിച്ചു. ഉടനെ ഈ താഴെ ടോർച്ച് അടിച്ചാൾ എന്താ ഇയാള് തത്തക്കുഞ്ഞിനെ വേണോ എന്നൊരു ചോദ്യം. തത്തേനെ എടുക്കാൻ കയറിയതാണെന്ന് മേടിലേ പിടിച്ച സമയത്ത് വേറെ രക്ഷപ്പെടാൻ വഴിയില്ല. എന്നിട്ട് ഓരോ സാധനം പറയുന്നതാ. തേങ്ങയുടെ കാര്യത്തിലേ അമ്മാവന് മരുവനുമായിട്ട് ഭയങ്കര വഴക്കാ. അപ്പോൾ പുള്ളി കുറേ തേങ്ങ ഇട്ടിട്ട് വീട്ടിലിട്ടിട്ട് കൂട്ടി തേങ്ങ എടുത്ത് എണ്ണി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം ഈ മരുമോൻ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒന്നും അറിയാത്തല്ലോ നിന്നു. അപ്പോൾ ഈ മരുമോനും കൂടെ അവകാശപ്പെട്ട തെങ്ങും പറമ്പും ഒക്കെയാണെന്നാണ് പറയുന്നത്. മരുമോൻ എന്താ വെച്ചാൽ ഒന്നും അറിയാത്തല്ലോ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് രണ്ട് തേങ്ങ എടുത്തിട്ട് ഇവനൊരു ഒറ്റ ഓട്ടം ഓടി. അമ്മാവൻ പുറകടി എൻ്റെ തേങ്ങ തടാം എന്ന് പറഞ്ഞൊരു പുറകെ ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ കിട്ടുന്നില്ല. അമ്മാവൻ ഇച്ചിരി പ്രായം ഓടിയിട്ട് ഒപ്പം എത്താൻ പറ്റുന്നില്ല. ഓടി അങ്ങ് ചെന്നിട്ട് ഇവനൊരു ചെറിയ കാണയുണ്ട്. ഇവൻ ഈ മുന്നിൽ ഓടിയ ചെറുക്കിന് ഇത് ചാടി കിടന്നിട്ട് അപ്പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അമ്മാവൻ ഈ കാണയുടെ അവിടെ വന്ന് നിന്നപ്പോൾ മനസ്സിലായി ഇനി അവനെ കിട്ടൂല, അവൻ തേങ്ങയായിട്ട് പോയി എന്ന് പറഞ്ഞപ്പം പുള്ളി ഇവിടുന്ന് പറയാ അമ്മയോട് പറഞ്ഞേക്ക് തേങ്ങ അമ്മാവൻ തന്നതാന്ന്. ഉലകം ചുറ്റുന്ന ഒരു സഞ്ചാരി ഞങ്ങളുടെ നാട്ടിൻ്റെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരു യാത്രാ വിവരണം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ പക്ഷികളെ പോലെ സംസാരിക്കുന്ന മനുഷ്യരെ കണ്ടു. പക്ഷികളെ പോലെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ ബസ് എത്തുന്ന സമയത്ത് ഹസ്ബൻഡ് പറയുക കീ കീ കീ, അപ്പോൾ ഭാര്യ കിയാ കിയാ കിയാ. അപ്പോൾ കണ്ടക്ടർ ബാങ്കി ബാങ്കി ബാങ്കി. പിന്നെ ഹസ്ബൻഡ് പറയും ബൂം ബൂം ബൂം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അതാവിടത്തൊക്കെ കീ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന. അപ്പോൾ ബാങ്കി 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 എന്ന് പറയും പെട്ടെന്ന് ഇറങ്ങാൻ. അപ്പോൾ ഇതിന് മനോഹരമായിട്ടൊരു പാട്ട് നമുക്ക് സായനവര തന്നിട്ടുണ്ട്. യൂട്യൂബിൽ അത്രയും വ്യൂവേഴ്സ് ഉള്ള പാട്ടാ അല്ലേ? ഈ കിളികളെ പോലെ വർത്താനം പറയുന്ന ഒരാളെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരാളൊരു മൈനയെ വളർത്തി. അപ്പോൾ ഈ മൈന വർത്താനം പറയുമല്ലോ. അതെ. അപ്പോൾ ഇയാൾ കൂട്ടിലിട്ട് മൈനേനെ വാതിക്ക് തൂക്കിയിട്ടേക്കാണ്. ഈ പാൽക്കാരൻ രാവിലെ വന്നിട്ട് ഈ മൈനേനെ ഒരു തെറി പഠിപ്പിച്ചു. ഇയാൾ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ പാല് കോരിയിട്ട് കൊടുക്കുന്ന സമയത്ത് മൈനേനെ ഒരു ഡാഷ് എന്ന് പറയുന്ന ഒരു തെറി പഠിപ്പിച്ചു. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൈന വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിക്കിടന്നിട്ട് ആര് വരുന്നു എല്ലാവരും ഡാഷ് ഡാഷ് ഇത് വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യുന്നു ഒരു രക്ഷയില്ല. ഈ ഓണറെ കണ്ടാൽ അപ്പം ഞാൻ എന്താണെന്നറിയോ, ഈ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞപ്പോൾ അത്രയും ചെറിയൊരു തെറിയാണ്. ആ തെറി എന്താന്നാ ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ഇത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മൈനെ കൊല്ലാം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു രക്ഷയില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു വേണ്ട, കൊല്ലണ്ട, തുറന്നു വിട്ടേക്കോ, അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇതിനെ തുറന്നു വിട്ടു. അതോടുകൂടി പ്രശ്നമായി. ഇപ്പോൾ പുറകെ നടന്ന് തെറി പറയുക.
മറ്റേത് വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇയാള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മരക്കൊമ്പിൽ വന്ന് എന്നിട്ട് ഡാഷ് ഡോ ഡാഷ്, ഇയാള് പാൽ സൊസൈറ്റി പോകുമ്പോൾ അവിടെ പുറകെ വന്ന് ഡാഷ്, ഇതിനെ കല്ലെറിഞ്ഞിട്ടും കിട്ടുന്നില്ല, ഒന്നുമില്ല. ഇപ്പൊ അയാൾ വീട് മാറി പോയി. പക്ഷികൾക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കാക്ക കരയപ്പോൾ ആ സംഭവം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. മലയോര മേഖലയാണ് എൻ്റെ നാടൊക്കെ. അവിടെയൊക്കെ എഴുന്നേറ്റ പാട് ഈ പക്ഷി കിടക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മരത്തിൻ്റെ അടുത്ത് വരും. സുധൻ കൈവേലി അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു, സൂപ്പർ. വളരെ നന്നായിരിക്കുന്നു. പലരും പല നാടുകളിലെ ഭാഷകൾ പറയാറുണ്ടെങ്കിലും നിങ്ങൾ ഈ ചെയ്തത് വളരെ രസമായിരിക്കുന്നു, നന്നായിരിക്കുന്നു സുധി. നമ്മൾ അടുത്ത പെർഫോമറെ വിളിക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം K7 ഫ്രം കടക്കര. നമസ്കാരം. 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 അല്ല, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മള് പുള്ളി സെലക്റ്റഡ് അല്ല പരിപാടിയിൽ. ആണോ? ഓക്കെ ഓക്കെ. ശരിയാവില്ല. അല്ല, ഞാൻ ഓഡീഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഓഡീഷന് വന്നുകൊണ്ടാണ് പറഞ്ഞത് സെലക്റ്റഡ് അല്ല എന്നുള്ളത് പറഞ്ഞത്. എന്നെ വിളിച്ച് പറയണ്ടേ അങ്ങനെ? ഓഡീഷനിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളാണ് വിളിച്ചു പറയണ്ടേ? ഇല്ല എന്ന് പറയണം. ഇതിപ്പോൾ അയാൾ ഇത്രയധികം പാട് കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം ആരാ വിളിച്ചത്, എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് മോശമാണ്. വിളിച്ച് പറയണ്ടേ? ആ, വിളിച്ച് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇന്നലെ ഓഫ് അല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഡീഷൻ കഴിഞ്ഞ് പോയിട്ട് എന്തുകൊണ്ടാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? അല്ല, അയാൾ പറയട്ടെ സംഭവം എന്താണെന്ന് അറിയട്ടെ. ആ പറയ്. ചേട്ടൻ ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്ത്? വൈകിട്ട് 6 മുതൽ വെളുപ്പിന് 6 മണി വരെ ആ കോസ്മിക് കിരണങ്ങള് ഭൂമിയിൽ പതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നാസർ പുറത്തുവിട്ടു. ആര്? നാസർ പുറത്തുവിട്ടൊരു വാർത്ത. നാസർ ഒരു ഇലക്ട്രീഷ്യനാണ്. അല്ല, നാസർ അല്ല, നാസന്ന് വന്നതാണെന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് കുറെ നാളായിട്ട് കറങ്ങി നടക്കുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്കിത് അറിയിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ ആ വാർത്ത കേട്ട് നിങ്ങളിപ്പോ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആര് പറഞ്ഞാലും പറഞ്ഞില്ലെന്ന് നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അയാൾക്കും നല്ല ഉറപ്പുണ്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. ചേട്ടന്റെ കൊച്ചുമകളെ നിങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത ഷെയർ ചെയ്ത് എന്ത് ഫേസ്ബുക്കിൽ വന്നത്. അത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു കൊച്ചിനെ കാണാണ്ട് കിട്ടിയിട്ടുണ്ട്. രക്ഷകർത്താക്കൾ ചെന്ന് കുട്ടിയെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് വിട്ട്. ചേട്ടാ, അത് 2010 വന്ന മെസ്സേജാണ്. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ? ഈ 2010 കാണാണ്ടായ ആ പയ്യൻ നേരിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി. നേരിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി. ചേട്ടാ, എന്ത് പറഞ്ഞാലും നമുക്ക് ഇവിടെ അങ്ങനെ പ്രതിഭയുള്ളവരെ പറ്റുള്ളൂ. ചേട്ടനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. ചേട്ടാ, സംസാരിക്കാൻ പറ്റും. നമ്മൾ നടത്തുന്ന പരിപാടിയല്ലേ, ഞങ്ങൾ നടത്തുന്ന പരിപാടിയല്ലേ. അതെ, പക്ഷെ അങ്ങനെ ചേട്ടൻ കയറി വന്നിട്ട് നിർത്താൻ പറഞ്ഞ് ഞങ്ങൾ നിർത്താൻ എന്റെ ഭാര്യനെ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. സംസാരിക്കും. എന്റെ ഭാര്യനെ മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഈ ഫ്ലോറിൽ വരുമെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി പോന്ന വീട്ടിൽ നിന്ന്. അങ്ങനെ എന്തെങ്കിലും കേട്ടുടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ചാൻസ് കിട്ടാണ് ഞാൻ അങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറി. നിങ്ങൾക്ക് അങ്ങനെ പറയാല്ലേ? ചേട്ടൻ പറയട്ടെ, ചേട്ടനൊരു MP അല്ലേ? എന്റെ വിഷമം ഒരു കലാകാരന്റെ വിഷമം മനസ്സിലാക്കിക്കൂടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി ചേട്ടാ, സെന്റിമെന്റ്സിന് ഒരു വില, അത് അങ്ങനെ കൊടുക്കല്ലേ. നമുക്ക് ഒരാളുടെ ഒരു പ്രതിഭയില്ല. അങ്ങനെയല്ല, ഒരാൾ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ കരയ. മമ്മൂട്ടി മോഹൻലാലും മറ്റും ഒക്കെ ഇങ്ങനെ തന്നെയാ വന്നത്. ഇങ്ങനെയോ? ഇങ്ങനെയോ? അങ്ങനെ ഈ പുള്ളി വന്ന പോലെയാണോ വന്നത്? അല്ല, അതിപ്പോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെയാവും വന്നിട്ടുണ്ടാവുക. അവർക്കുണ്ടാവും ഒരു ചെറുപ്പമൊക്കെ. അപ്പൊ ആ നിലയ്ക്ക് അയാൾക്കൊരു ചാൻസ് കൊടുക്കുക. ചാൻസ് ഒന്നും എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ആൾക്കാർ വിചാരിക്കും നിങ്ങളാണ് ഏറ്റവും വലിയ ആളെന്ന് വിചാരിക്കും. ഞാനൊരു തോറ്റ MP ആണ്, ജയിച്ച MP ആണ്. ഒന്ന് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഓക്കെ പറഞ്ഞാ പോരെ. പിഷാരടി അങ്ങനെ പറയരുത്. ഒരു സെക്കൻഡ്, ആരെ വിളിക്കണ്ടല്ലോ അവിടെ? സാറിന്ന് വിളിക്കും. സാറേ, സാറിനോടാണ് ഞാൻ പറയണത്. സാർ അങ്ങനെ പറയരുത്. എന്റെ കണ്ണീര് ഫ്ലോറിൽ വീണ് കഴിഞ്ഞിട്ടല്ല എന്ത് സംഭവിക്കും സാറിന് അറിയാമോ? നമ്മളിവിടെ ചിരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണല്ലോ. ചിരിപ്പിക്കാൻ തുടങ്ങിയ പരിപാടിയാണ്. അതിന് തന്നെ കണ്ണീര് വീഴേണ്ട ആവശ്യം. ഞാൻ ഈ ഫ്ലോറിൽ കിടന്ന് ഉറങ്ങിക്കോളാം പരിപാടി. രമേശേട്ടാ, എന്താ പിന്നെ പുള്ളി ഇവിടെ നിന്നോട്ടെ. ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഹാപ്പി അല്ലേ? ഞാൻ happy. ഇവിടെ നോക്കി കണ്ടു. ഞാൻ happy. നന്നായിട്ട് നിക്കണം. ഞാൻ അല്ല, ആ കുട്ടി എന്താ പറഞ്ഞെന്നറിയാ? ഇനി ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ. അത് കേട്ടോ നിങ്ങൾ? ഒരു അച്ഛനെ അതല്ല മോളെ, ഞാൻ ഒരു കാര്യം പറയാം. നീ കോമ്പയർ ചെയ്യണേ, കോമ്പയർ ചെയ്യുക. വെറുതെ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഉണ്ട്, ഒപ്പം ഉണ്ടാവും, എന്നുണ്ടാവും. കാര്യം കുട്ടികളുള്ള വേണ്ട, ഈ വക ആൾക്കാർ വേണ്ട ഇവിടെ. എനിക്കത് ഇഷ്ടമില്ല. പറയല്ലേ? ഒരു മകളെ പോലെ ഞാൻ നോക്കിക്കോളാം. എന്നാ അത് വ്യക്തമായിട്ട് പറയണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ കേശവൻ ചേട്ടൻ നമ്മുടെ കൂടെ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ എപ്പിസോഡിന്റെ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ വരുന്നതായിരിക്കും.